ഫുൾ മൂൺ എനർജി. പൗർണമി ദിവസത്തെ എനർജിയെ പറ്റിയാണ് പറയുന്നത്. മെഡിറ്റേഷനും നമുക്ക് മാനിഫെസ്റ്റേഷനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഫുൾ മൂൺ ഡേ. എല്ലാ മാസങ്ങളിലും ഈ പൂർണ്ണ പൗർണമിയുണ്ട്. നമ്മുടെ എല്ലാ ജാതി മത ഭേദമന്യേ പൗർണമി നല്ലതാണെന്നല്ലേ പറയുന്നത്. ഒരുപാട് പൈസയുടെ ചിലവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. നമുക്കൊന്ന് നോക്കിയാലോ, എങ്ങനെയാണ് 3 ദിവസങ്ങളിലായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. മെഡിറ്റേഷനായാലും മാനിഫെസ്റ്റേഷനായാലും നമ്മൾ ഈ 3 ദിവസങ്ങളിൽ ചെയ്യണം. അതായത് പൗർണമിക്ക് തൊട്ട് മുന്നുള്ള ദിവസവും പൗർണമിക്ക് തൊട്ട് ശേഷമുള്ള ദിവസവും, അങ്ങനെയാണ് 3 ദിവസം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് എന്താണോ അതിയായ ആഗ്രഹം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ നമ്മളത് ഈ പൗർണമി ദിവസം ആ ഒരു മാനിഫെസ്റ്റേഷൻ ആയാലും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിച്ചാൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ നോട്ട് ചെയ്താൽ മതി. എന്നിട്ട് പൗർണമി ദിവസത്തിന് തലേ ദിവസം, അതായത് ഫുൾ മൂൺ ഡേക്ക് തൊട്ട് മുന്നുള്ള ദിവസം, അത് ഏതൊക്കെ ദിവസമാണ് ഫുൾ മൂൺ ഡേ എന്നുള്ളത് ഞാനിപ്പോൾ നോട്ട് ചെയ്ത് പറഞ്ഞു തരാം. എന്താണ് പൂർണ്ണ പൗർണമി? ഭൂമിയുടെ ഒരു വശത്ത് സൂര്യനും മറുവശത്ത് ചന്ദ്രനും ഒരേ രേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിതമായ ഭാഗം ഭൂമിയുടെ പൂർണ്ണമായി പതിക്കുന്നു. അതാണ് പൂർണ്ണ പൗർണമി ദിവസം. അപ്പോൾ അതിന് തൊട്ട് തലേ ദിവസം നമുക്ക് ആദ്യത്തെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഡേ ആണത്. നമുക്കത് തുടങ്ങാം. ഏതൊക്കെ ദിവസങ്ങളിലാണ് ഫുൾ മൂൺ ഡേ ഉള്ളതെന്ന് നോക്കാം. 2026 ജനുവരി തൊട്ട് ഡിസംബർ വരെ എല്ലാ മാസങ്ങളിലും ഫുൾ മൂൺ ഉണ്ട്. ജനുവരി 3, ഫെബ്രുവരി 1, മാർച്ച് 2 ഇത് ഇത്രയും കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് നോക്കാം. കാണാതെ പഠിച്ച് പറയാനൊന്നും എനിക്ക് പറ്റില്ല, കാരണം ഇത്രയും മാസമില്ലേ. അതുകൊണ്ട് നമുക്ക് ഓരോന്നും നോക്കി വായിക്കാം. ഏപ്രിൽ 2 നമുക്കപ്പോൾ ഇനി നോക്കാവുന്നേ ഉള്ളൂ. ഏപ്രിൽ 2, മെയ് 31, ജൂൺ 29, ജൂലൈ 29, ഓഗസ്റ്റ് 28, സെപ്റ്റംബർ 26, ഒക്ടോബർ 26, നവംബർ 24, ഡിസംബർ 24. അപ്പം നവംബറിലും ഡിസംബറിലും 24-ാം തീയതി ഒരേ ഡേറ്റ്, ഒക്ടോബറിൽ സെപ്റ്റംബറിൽ 26 രണ്ടും ഒരേ ഡേറ്റ്, ഓഗസ്റ്റ് 28, ജൂലൈയിലും ജൂണിലും 29, മെയ് 31, ഏപ്രിൽ 2. അപ്പം നമുക്കതൊക്കെയാണ് ഓരോ മാസത്തെയും പൗർണമി ദിവസങ്ങൾ. അതിൻ്റെ മുന്നത്തെ ദിവസവും തൊട്ട് പിറ്റേ ദിവസവും നമുക്കത് നോക്കണം. അതാണ് 3 ദിവസം നമുക്ക് മസ്റ്റാണ് പൗർണമിക്ക്. ഈ പൗർണമി ദിവസം ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. നമ്മുടെ ഇന്നർ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒക്കെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മളെ എത്തിച്ചേർക്കാൻ ഏറ്റവും പറ്റിയ ദിവസങ്ങളിലാണ് പൗർണമി ദിവസങ്ങൾ. അതായത് ഈ 3 ദിവസങ്ങൾ, മുന്നേ ഉള്ള ദിവസവും അതിന് ശേഷമുള്ള ദിവസവും, 3 ദിവസം. സോ നമ്മളിലൊരു ഉറങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവൊക്കെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസങ്ങളാണ് ഈ പൗർണമി ദിവസങ്ങൾ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നമ്മൾ തലേ ദിവസം, അതായത് പൗർണമിയുടെ തൊട്ട് തലേ ദിവസം, ഇപ്പം നമുക്കിനി വരാൻ പോകുന്ന ഏപ്രിൽ 2-ാം തീയതി. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി പൗർണമിക്ക് മുന്നിലത്തെ ദിവസമാണ്. ആ ദിവസം തൊട്ട് നമുക്കിപ്പോൾ മെഡിറ്റേഷൻ ആരംഭിക്കുകയാണെങ്കിൽ അന്ന് തൊട്ട് ആരംഭിക്കാം. നിങ്ങൾക്ക് രാവിലെയാണ് സമയം കിട്ടുന്നതെങ്കിൽ രാവിലെ, അല്ല ഈവനിങ്ങിലാണെങ്കിൽ ഈവനിങ്ങിൽ, നൈറ്റിലാണെങ്കിൽ നൈറ്റിലൊക്കെ. ആഹാരത്തിന് ശേഷം നമ്മൾ ഇരിക്കാൻ പറ്റുന്നവർ ഉറങ്ങിപ്പോകുന്നില്ലെങ്കിൽ അതാണ് നല്ലത് പൗർണമി ദിവസങ്ങളിൽ. അതല്ലെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗിലാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഈവനിങ്ങിൽ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ചെയ്യുന്നതിന് മെഡിറ്റേഷൻ ഏറ്റവും നല്ലത്. അത് 3 ദിവസം മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഈ 3 ദിവസങ്ങളിലാണ് തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ്. അതുപോലെ അത്രയ്ക്ക് എനർജറ്റിക് ആയിട്ടുള്ള ഡേ ആണത്. സോ മാനിഫെസ്റ്റേഷനും അടിപൊളിയാണത്. മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് തലേ ദിവസം സന്ധ്യ കഴിയുമ്പോൾ, അതായത് ചന്ദ്രൻ വന്നതിന് ശേഷം നമുക്ക് ഉള്ള ആഗ്രഹം എന്താണോ, നമ്മൾ വീട്ടിനകത്തിരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നല്ലത് പുറത്തിറങ്ങി ചന്ദ്രനെ നോക്കി നമുക്കത് വിഷ് ചെയ്യാം. അതൊരു 7 തവണ വിഷ് ചെയ്യുമ്പം വിഷ് ചെയ്തിട്ട് പൗർണമിയെ നോക്കി കുറച്ച് നേരം നിൽക്കുക. നല്ല തണുത്ത പൗർണമി ആയിരിക്കും. ഇപ്പം പൊതുവേ നമുക്ക് ചൂട് സമയമാണ്, പക്ഷെ പൗർണമി വന്നതിന് ശേഷം നല്ല തണുപ്പായിരിക്കും. പൊതുവേ അത് അങ്ങനെയാണ്. അത് ട്രൈ ചെയ്ത് നോക്കുക.
അതിനുശേഷം രാവിലെ ഒരു 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. രാവിലെ എണീക്കാൻ മടിയുള്ളവരും ഒരു 6 മണിക്ക് മുന്നായിട്ട് ഒന്ന് നോക്കുക. 6 മണിക്ക് മുന്നായിട്ട് എണീറ്റ് മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ പുറത്തിറങ്ങി പൗർണമി നോക്കി, പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രൻ തന്നെ ആയിരിക്കും. 6 മണിക്ക് മുന്നിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നോക്കി നന്നായിട്ട് വിഷ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാനാണെങ്കിലും ഔട്ട്ഡോർ നല്ലതാണ്. നമുക്ക് ആ ഒരു ഓക്സിജനൊക്കെ ശ്വസിച്ച് നമുക്ക് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ ഈവനിങ്ങിൽ മീൻസ് പൗർണമി വന്നതിന് ശേഷം ഇതേപോലെ തന്നെ ചെയ്യുക. അങ്ങനെ 3 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്ക്. മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് ബെസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഏത് നടക്കാത്ത ആഗ്രഹങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ. എന്ന് കരുതി വലിയ അമ്പിളിമാമനെ പിടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അറിയാലോ, നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്ന ആഗ്രഹങ്ങൾ, എന്നാൽ പെട്ടെന്നങ്ങ് നടക്കാതെ കുറേ നാളായിട്ട് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ.